നമസ്കാരം, ഞാൻ ഡോക്ടർ ജുഹൈന, കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഓഫ് അക്സ സിദ്ധാന്ത ആയുർവേദ ക്ലിനിക്, കൊച്ചാലമൂട്, വെമ്പായം. നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കിൽ മെയിൻലി കോസ്മെറ്റോളജിയിൽ ഹെയർ, അതായത് ഹെയറിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കേശ സംരക്ഷണം എങ്ങനെയൊക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കേശ സംരക്ഷണം, നമ്മൾ അതായത് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഓയിലി ഹെയർ ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ഹെയർ ഉണ്ട്, ഡ്രൈനെസ് കൂടുതലായിട്ടുള്ള ഹെയർ ഉണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഹെയർ കെയർ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഹെയർ ഒരു പാറ്റേണിലുള്ളതായിരിക്കും, പക്ഷെ നമ്മളെ ഹെയറിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്സുകൾ ചിലപ്പോൾ അതിന് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ അതിനെതിരെയായിരിക്കും വരിക. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ കൂടുതലായിട്ടുണ്ടാവും, ഡ്രൈനെസ്സും ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളും ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റുക. നമ്മുടെ കറക്റ്റ് ഹെയർ എങ്ങനെ നമുക്ക് സംരക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ടൈപ്പ് ആദ്യം മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ സിദ്ധ കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വാത പിത്ത കഫമായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അതിനെ നാഡി ബേസിസിൽ 9 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹെയർ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് ഓരോ പേഷ്യൻസിനും അല്ലെങ്കിൽ ഓരോ ടൈപ്പിനും ഓരോ പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുക. സിദ്ധയിൽ കേശ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പച്ചമരുന്നുകൾ ഏതൊക്കെയാണ്? മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് നെല്ലിക്ക, കടുക്ക, താന്നിക്ക, ഇത് മൂന്നും കൂടെ വരുന്നതാണ് ത്രിബല ചൂർണം. ഈ ത്രിബല ചൂർണത്തിന്റെ ഡിക്കോക്ഷൻസ് എടുത്തിട്ട് നമുക്ക് ഹെയർ വാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലോവെറ, കറ്റാർവാഴ, അത് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് നമുക്ക് ഹെയർ പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗുവാലീവ്സ്, അതായത് പേരയില ആന്റി ഡാൻഡ്രഫ്, അതായത് ഡാൻഡ്രഫ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓരോ ആൾക്കാരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടും ടെമ്പറമെന്റ് അനുസരിച്ചിട്ടും മാറി വരും. അതുപോലെ തന്നെ നീലാമരി, നമുക്ക് പ്രിമച്വർ ഗ്രേയിങ്ങും കാര്യങ്ങൾക്കൊക്കെ നീലാമരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ അവക്കാഡോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഡ്രൈനെസ്സും ഓവർ ഇച്ചിങ് ഇറിറ്റേഷൻസും ഒക്കെ ഉള്ള ആൾക്കാരിൽ അവക്കാഡോയുടെ പൾപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഉഴിഞ്ഞ എന്ന് പറയുന്നത് ഡാൻഡ്രഫിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ആൾക്കാരുടെ സ്കാൽപ്പിന്റെ കണ്ടീഷൻസും അതുപോലെ അവരുടെ ടെമ്പറമെന്റും 9 ടൈപ്പ് ഓഫ് നാഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിയിട്ട് ഓരോ ആൾക്കാരും ഡിഫർ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റൂ. എല്ലാ ആൾക്കാരിലും നമുക്കിത് ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പച്ചമരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരുപാടുണ്ട്. അപ്പൊ ഓരോ ആൾക്കാരുടെയും സ്കാൽപ്പിന്റെ കണ്ടീഷൻ നോക്കി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം വെറുതെ എല്ലായിടത്തും പരീക്ഷിക്കാതെ എപ്പോഴും നമ്മളൊരു എക്സ്പേർട്ടിന്റെ ഒരു സജഷൻസും കൂടെ നോക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷൻ നോക്കി അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുടി കൊഴിച്ചിലിനും താരനും സിദ്ധയിൽ എന്താണ് ശാശ്വത പരിഹാരം? നമുക്ക് മെയിൻലി എടുക്കാൻ പറ്റുന്നത്, ഇപ്പം ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ, അതായത് സ്കാൽപ്പിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇത് കറക്റ്റായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യും, നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യും, നമ്മുടെ സ്കിൻ കറക്റ്റായിട്ട് വാഷ് ഓഫ് ചെയ്താൽ തന്നെ, ഹൈജീനിക്കായിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം നമുക്ക് പകുതി കുറയ്ക്കാൻ പറ്റും. അപ്പം ഇപ്പം വരുന്ന കെമിക്കൽ യൂസേജും കാര്യങ്ങളൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹൈജീനിറ്റി, അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിക്കുക, അങ്ങനെ അല്ല. ശരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്യുക, നമ്മൾ വാഷ് ചെയ്യുക. അത് ഹെയർ ഓയിൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാം. നാച്ചുറൽ ഷാംപൂസ് എന്ന് പറയുമ്പോൾ ഹിബിസ്കസ്, അതായത് ചെമ്പരന്തി ഇല വരാം, പിന്നെ ശീകക്കായ് പൗഡർ, ഇത് രണ്ടും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഗ്രാം ഫ്ലോർ, അതായത് നമ്മുടെ പയറുപൊടി, ഇത് മൂന്നും നമ്മൾ ഹെയറിലുള്ള എക്സസീവ് ഓയിലിനെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഡാൻഡ്രഫിന് നമുക്ക് എന്ത് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓയിൽ ബേസ് ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ വെഡ്പാലൈ തൈലം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം വെഡ്പാലൈ തൈലം അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഏതൊരു ടൈപ്പ് ഓഫ് സ്കിൻ അല്ലെങ്കിൽ സ്കാൽപ്പ് കണ്ടീഷനിലുള്ള ആൾക്കാർക്കും വെഡ്പാലൈ തൈലം നല്ല ഒരു റെമഡി ആയിട്ട് ഉണ്ട്. ഇപ്പോൾ വെഡ്പാലൈ തൈലം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു മൈൽഡ് ക്ലെൻസ്, അതായത് ഒന്നുകിൽ ശീകക്കായ് പൗഡർ അല്ലെങ്കിൽ ചെമ്പരന്തി പൗഡർ, ഇത് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വാഷ് ഓഫ് ചെയ്ത് കളയുക. അതേപോലെ റെഗുലർലി എല്ലാ ആഴ്ചയും ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം പകുതി കുറയും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് മൂലം ഇങ്ങനെ വരാം. അപ്പം ഹെയർ ഫാൾ കൂടുതലുണ്ടാവും. ഈ ഡാൻഡ്രഫ് കുറയുന്നതനുസരിച്ച് ഹെയർ ഫാളും കുറയും, ഡാൻഡ്രഫിൻ്റെ പ്രശ്നവും കുറഞ്ഞുണ്ടാവും. അകാല നര, അതിൽ സിദ്ധയിൽ എന്തൊക്കെ പരിഹാരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അകാല നര എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പിത്തം, അതായത് ബോഡിയിൽ ഇന്റേണൽ ഹീറ്റ് കൂടുന്നത് കാരണമാണ് അകാല നരയിൽ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഇന്റേണൽ ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുക, നമ്മളെ ബോഡിയെ കൂളാക്കുന്ന രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്കതൊരു പാത്വേയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മളെ ബോഡി ഒന്ന് കൂളാക്കാനായിട്ട്, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് യോഗയൊക്കെ പ്രാക്ടീസ്
പ്രാക്ടീസ് ചെയ്യാം. പ്രാണായാമം അതുപോലെ കപാലഭാതിയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഹീറ്റ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ ചന്ദനാസവം, അതായത് ചന്ദനാസവം അത് ഇന്റേണൽ മെഡിസിൻസ് ആണ്. നമ്മളത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ മെഡിസിൻ എടുക്കുകയെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ജസ്റ്റ് ഒരു ഇന്റേണൽ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ചന്ദനാസവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഹെയറിൽ നമ്മൾ ചന്ദനം വെച്ചിട്ടുള്ള ഡിക്കോക്ഷൻസ് വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പ് ഒന്ന് വാഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ ഈ പ്രിമച്വർ ഗ്രേയിങ് എന്നുള്ളൊരു ഫാക്ടർ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മൈലാഞ്ചിയും നീലാമരിയും നമുക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലെ ഗ്രേയിങ് ഒന്ന് കുറഞ്ഞു. പക്ഷെ ഇത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് നമുക്ക് അത് മീൻസ് മാറി കാണുന്നത് കുറവാണ്. പക്ഷേ അല്ലാണ്ട് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സോ ഒക്കെ കാരണം, ഹോർമോൺ ഇംബാലൻസോ കാരണം ഉണ്ടാവുന്ന ആൾക്കാരിൽ ഇത് നല്ല വ്യത്യാസം കാണുന്നുണ്ട്. കെമിക്കൽ ഷാമ്പുകൾ മുടിക്ക് ദോഷകരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിന് പകരം സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? മെയിൻലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹിബിസ്കസ്, ചെമ്പരന്തി താളി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സോപ്പ് നട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ സോപ്പും കായ എന്ന് പറയും, അത് നമ്മൾ ക്ലെൻസ് ചെയ്ത് ഷാമ്പു, ഇപ്പോൾ ഹിബിസ്കസിൻ്റെ ജെല്ലെടുത്തതിൻ്റെ കൂടെ തന്നെ സോപ്പും കായും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ശീകക്കായ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശീകക്കായ് കിട്ടും, അതും നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഹിബിസ്കസ്, അതായത് ചെമ്പരന്തിയുടെ താളി എടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്ത് നമുക്ക് ഷാമ്പു, മൈൽഡ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിദ്ധ ഹെയർ കെയർ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്ത് തുടങ്ങിയാൽ എത്ര കാലം കൊണ്ട് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും? ഇൻ കേസ് ഓഫ് ഒരുപാട് ഹെയർ ഫോൾ ഉള്ള ആൾക്കാരിലാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒരു മൈൽഡായിട്ട് കുറച്ച് ഒരു 50 അകത്തൊക്കെ ഹെയർ ഫോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഹെയർ ഓയിൽ അപ്ലിക്കേഷൻസും ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട പൗഡേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ നമ്മുടെ യോഗയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയറിലുള്ള ഹെയർ ഫോൾ മൈൽഡായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് 1 മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, സ്ട്രെസ്സ്, ആൻസൈറ്റി, വർക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരിലാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ടൈം, ഒരു 2 to 3 months എടുക്കും. ഇൻ കേസ് ഓഫ് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹെവി ഹെയർ ഫോള്, തൈറോയ്ഡ് ഇഷ്യൂസ്, ക്യാൻസർ, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലായിട്ട് വരുന്ന അസുഖങ്ങൾ കാരണം എന്തെങ്കിലും മെഡിക്കേഷൻസോ കാര്യങ്ങളോ സ്റ്റീറോയിഡോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് 6 to 1 year വരെ സമയം എടുക്കുന്നുണ്ട്. നമുക്കിപ്പം നിലവിലുള്ളത് ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സുകൾ എന്ന് പറയുമ്പം ഓയിൽ, ഹെയർ പൗഡർ, അതുപോലെ തന്നെ ഹെയർ വാഷ് പൗഡർ, പിന്നെ ഹെർബൽ പാക്കേജ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സിദ്ധയിൽ ഹെയർ കെയർ റൊട്ടീനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിൻലി നമ്മുടെ ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഒരു ഓയിൽ അപ്ലിക്കേഷൻ, നോർമൽ ഹെയർ ടു ഡ്രൈ ഓയിൽ ആണെങ്കിൽ ഒരു ഓയിൽ അപ്ലിക്കേഷൻ ചെയ്യുക. ഒരു ജസ്റ്റ് ആ ഒരു ഓയിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് കൊടുക്കുക. സ്കാൽപ്പ് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. മെയിൻലി ഡ്രൈ ടു ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ലൈക്ക് നോർമലി ടു ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ത്രിബല ചൂർണം വെച്ചിട്ടൊരു ഹെയർ പാക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ ശീകക്കായ് പൗഡറും നമ്മുടെ ഹിബിസ്കസ്, അതായത് നോർമൽ ചെമ്പരന്തി താളിയും ശീകക്കായ് പൗഡറും മിക്സ് ചെയ്തിട്ട് മൈൽഡ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാം. ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് വീക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് 3 to 4 വീക്സ് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്തത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹെയർ ഫോള് കാര്യങ്ങളൊക്കെ കുറയും. അതേപോലെ ചെറിയ രീതിയിൽ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും കുറയും. കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡാൻഡ്രഫിൻ്റെ പ്രശ്നവും ഹെയർ ഫോളും കൂടുതലായിട്ട് കാണുന്നത്, ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ സ്റ്റിക്കി ഒക്കെ, അതായത് ഓയിലി ഹെയറിലാണ് കൂടുതൽ കാണുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി മോഡറേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നല്ലത്. അതായത് വെട്പാലി തൈലം പോലുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് മസാജ് കൊടുക്കുക, ഒരു 30 minutes ലീവ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാം ഫ്ലോറോ അല്ലെങ്കിൽ ഇതുപോലെ ശീകക്കായ് പൗഡറും ഉഴിഞ്ഞതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ ക്ലെൻസിങ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഇതും ആഴ്ചയിൽ ഒരെണ്ണം വെച്ചിട്ട് മാസത്തിലൊരു 4 times ചെയ്യുക. അത്യാവശ്യം ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിട്ടും. ഇതുപോലെ തന്നെ ചില ആൾക്കാരിൽ സ്റ്റീറോയിഡ്സും അതുപോലെ തന്നെ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാരിൽ ലോങ് ടേം ആയിട്ട് ഹെയർ ഫോൾ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് പതുക്കെ മാത്രമേ, അതായത് ലോങ് ടേം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്കത് മാറത്തുള്ളൂ. അതിന് ഓരോ ആൾക്കാരുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് അത് സ്പെഷ്യൽ
ഇനീഷ്യലായിട്ട് നമ്മൾ നോക്കി അതിൻ്റെ പ്രോട്ടോകോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പേർട്ടിനെ കണ്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ മൈൽഡ് ടു മോഡറേറ്റ് നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ഹോം റെമഡീസും ലൈഫ് കെയർ റൊട്ടീൻസും ഒക്കെ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ഒരു ഗ്രീൻ ലീഫി ഡ്രിങ്ക്, ഒന്നുകിൽ പേരയില അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം മിഞ്ച് അതുപോലെ തന്നെ തുളസിയൊക്കെ ഇട്ടിട്ട് നീം ഒക്കെ ഇട്ടിട്ട് ഒരു ലീഫൊക്കെ ഇട്ടിട്ട് ഗ്രാമ്പു ഏലക്ക ഇത് വരുന്ന സ്പൈസ് അത് എന്തെങ്കിലും ഒന്ന് ഒരു ആഡ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് ക്ലെൻസ് ചെയ്യുക. രാവിലെ മോർണിംഗ് റൊട്ടീനായിട്ട് നമുക്ക് ചെയ്യാം. ഗ്രീൻ ടീ യൂസ് ചെയ്യാം. ഇതൊക്കെ നമുക്കൊന്ന് നമ്മുടെ ബൗലൊന്ന് ക്ലെൻസ് ചെയ്യും. പിന്നെ നമ്മുടെ ലൈഫ് റൊട്ടീനിൽ ഡയറ്റ് ഈ ഓയിലി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. അതുപോലെ ജങ്ക് ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡയറ്റ് കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം സോൾവ് ആവും. പിന്നെ യോഗ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കപാലഭാതി പ്രാണായാമം പോലുള്ള യോഗകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ഉറങ്ങുക. ഇതൊക്കെയാണ് നമുക്കൊരു ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു കെയർ എടുക്കേണ്ട രീതിയിൽ നമുക്ക് ചെയ്യേണ്ടത്. സിദ്ധ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സുകളും അതുപോലെ തന്നെ എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.